ഈശോ ഒരു യാത്രയിലാണ്. വഴിയിൽ വെച്ച് നന്നായി വിശക്കുന്നുണ്ട്. വഴിയരികിൽ ഒരു അത്തിമരം നിൽക്കുന്നത് കണ്ടപ്പോൾ അതിലെ പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കാം എന്നവൻ ചിന്തിക്കുന്നു. പക്ഷേ അടുത്തു ചെന്ന് നോക്കുമ്പോൾ ആ മരത്തിൽ ഇലകൾ മാത്രമേ ഉള്ളൂ, പഴങ്ങളില്ല. ഇനി ഒരിക്കലും നിന്നിൽ പഴങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആ മരത്തെ ശകാരിക്കുന്നു. എന്താ ഇത് എന്ന് അത്ഭുതപ്പെടാൻ വരട്ടെ. ഈശോ കണ്ട വഴിയരികിലെ പഴങ്ങളില്ലാത്ത അത്തിമരം ഞാൻ തന്നെയാണ്. ഞാനിങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദൈവാനുഭവം ഇല്ല എന്ന് പരാതി പറയുന്ന ഞാൻ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സമയമുണ്ട്. പിന്നീട് പ്രാർത്ഥിക്കാം എന്നാ പറയുക. കാര്യങ്ങളൊക്കെ ഒന്ന് സുഗമമാകട്ടെ, പ്രശ്നങ്ങളൊക്കെ മാറട്ടെ, ഇത്തിരി കൂടി പ്രായമാകട്ടെ, പിന്നീട് ഒരിക്കലും ധ്യാനം കൂടാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന മാത്രം മാറ്റിവെക്കുന്നു. കാലാവസ്ഥയൊക്കെ ശരിയാകുമ്പോൾ പഴങ്ങൾ തരാം എന്ന് പറയുന്ന അത്തിമരത്തെ പോലെ. ഈശോയ്ക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കാൻ ഇനിയാവില്ല. ആൾക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്നിലെ പഴങ്ങൾ ആളിനാവശ്യമാണ്, ഇപ്പോൾ തന്നെ. ഇറ്റ് ഈസ് നൗ ഓർ നെവർ. ഇനിയും എന്നെ ഇങ്ങനെ വിട്ടാൽ അതെൻ്റെ നിത്യനാശത്തിന് കാരണമാകും എന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് അവസാനമായി ആവശ്യപ്പെടുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുവിൻ. മലകളെ മാറ്റാൻ തക്ക വിശ്വാസത്തോടെ. എന്ത് വിശ്വാസത്തോടെയാ പ്രാർത്ഥിക്കേണ്ടത്? തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കപ്പെടുന്നവനാണെന്നും ഞാൻ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവനാണെന്നും എനിക്കെല്ലാം നന്മയ്ക്കായി അവിടുന്ന് മാറ്റുമെന്നുമുള്ള വിശ്വാസം ഉണ്ടാവണം. ഇനി മുതൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു നോക്കിയാലോ?